ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡെൻഡ്രോബിയങ്ങൾക്കൊക്കെ നല്ല ഗ്രോത്തോട് കൂടെ വളരാനും അതുപോലെ തന്നെ പ്രതിരോധശേഷിയൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീഡ്ലിങ്സ് നമ്മളെടുത്ത് സെയിലിനായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫ്ലവറും നമുക്കിതുപോലെ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പെസ്റ്റിസൈഡ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു മുട്ട് വിരിയാൻ പറ്റാതെ തന്നെ ഫുള്ള് കൊഴിഞ്ഞു പോകുന്ന പ്രാണികളെ ശല്യം കൊണ്ട് എല്ലാം നാശമായി പോകാറാണ് പതിവ്. അപ്പോൾ അതിന് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ അത് നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ഉപയോഗിക്കുമ്പോഴേക്കിന് പിന്നീട് ഒരു 6 മാസത്തോളം നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത്രയും പിന്നീട് ആ ഒരു പൂക്കളിലേക്ക് പ്ലാന്റിലേക്ക് തന്നെ കീടങ്ങളെ ശല്യം ഉണ്ടാവില്ല. അത്രയും നല്ല റിസൾട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ്. അപ്പം അത് വേണ്ടവർക്ക് ഞാൻ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ കഴിയാത്തവർക്ക് വീഡിയോൻ്റെ താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെൻഡ്രോബിയത്തിന് കൊടുക്കാൻ പറ്റിയ ടിപ്പിൻ്റെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടീ. ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ചിലർ ഇതെന്താണെന്ന് ചോദിച്ച് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രീൻ ടീ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തതിൻ്റെ അതിനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച പാടാണ് നമ്മൾ ഗ്രീൻ ടീ എടുക്കുന്നത്. പിന്നെ അതിന് വരുന്ന വേസ്റ്റ് ചണ്ടി ഇലകളാണത്. അത് നമ്മൾ മാറ്റി കളയാറാണ് പതിവ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓരോ ദിവസം സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മളൊരു 10-15 ദിവസം സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു വെള്ളത്തോടെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നീട് ഇതെല്ലാം കൂടെ നമുക്ക് ഒരുപാടാവുന്ന സമയത്ത് കൂടുതൽ പ്ലാന്റ് ഉള്ളവർക്ക് മാത്രമാണ് കൂടുതലാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്ലാന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആവുന്നത് വരെ വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കുറച്ചുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക, അതും മതിയാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ കൂടുതൽ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അത് തിളച്ചത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അവിടെ ഒന്ന് അടച്ചിട്ടാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിള വരണം. പിന്നെ കൂടുതൽ ഇങ്ങനെ ഒരുപാട് ടൈം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ലീഫുകൾ നമ്മൾ ഒരുപാട് കുതിർത്ത് ഇങ്ങനെ വെള്ളത്തിലിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറം ഈ ഒരു വെള്ളത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് അടച്ച് വെക്കാം. ഇതിങ്ങനെ അടച്ചതിന് ശേഷം നമുക്ക് വൈകിട്ടാണ് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. നമ്മളെ ചായപ്പൊടിയുടെ തേയില തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അധികം പ്രോസസ്സിംഗ് ഒന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഗ്രീനായിട്ട് തന്നെയാണ് വരുന്നത്. ഇത് നമ്മളെ ഈ തേയിലയുടെ ഇളം ലീഫുകൾ എടുത്തിട്ട് ആവിയിൽ വേവിച്ചിട്ട് തണലിൽ വെച്ച് ഉണക്കിയെടുത്തിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം അത് ഗുണകരമാണോ അതുപോലെ തന്നെയാണ് നമ്മളെ പ്ലാന്റ്സിനും. അപ്പോൾ നമ്മൾക്ക് കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്ന അതേ ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ ടീയുടെ ലീഫ് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഇത് വൈകിട്ടായപ്പോഴേക്കിന് നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഇരട്ടി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേരിട്ടിട്ട് നമുക്കിത് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല, ഇതിനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ നമുക്ക് തിളപ്പിച്ചിട്ട് ഉപയോഗിച്ചാൽ ഇതുപോലെ തന്നെ നല്ല കളറ് കിട്ടും. അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം അത് ഉപയോഗിച്ച് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നന്നായിട്ട് കിട്ടിയെന്ന് കരുതിയിട്ട് അത് കളയണ്ട. അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ബാക്കി വരുന്നതും ഇതിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് വീണ്ടും ഞാനൊരു പാത്രത്തിൽ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വെള്ളം മാത്രമാണ് ആവശ്യം. ഒരു ആരോഗ്യമായ പാനീയമാണ് ഗ്രീൻ ടീ എന്നതിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. ആവശ്യമായ പോഷകങ്ങൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫ്ലവോനോയിഡുകൾ, ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ തുടങ്ങിയ അടങ്ങിയിട്ടുള്ളതിനാൽ ഗ്രീൻ ടീ ആരോഗ്യപരമായും ധാരാളം ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശക്തമാക്കുവാനും നമ്മുടെ ശരീരത്തിന് വിവിധ സൂക്ഷ്മാണുക്കളുടെ അണുബാധ രോഗങ്ങളെയും എളുപ്പത്തിൽ ചെറുക്കാനും ഗ്രീൻ ടീ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഓർക്കിഡിനെന്നല്ല ഏത് പ്ലാന്റ്സുകൾക്കും നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ വളരെ ചെറിയ പ്ലാന്റ്സൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നതാണ്, പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് വളം കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ജെല്ലും അതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള NPK ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതൊന്നും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതാവും. അപ്പോൾ ഇത് മാത്രം മതിയാവും നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കറ്റാർവാഴ കിട്ടാത്തവരൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതേ റിസൾട്ട് തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് കറ്റാർവാഴത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ആൾ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ടുള്ള ഗുണങ്ങളും അവരത് ഉപയോഗിക്കാറുണ്ടെന്നുള്ളതും പെട്ടെന്ന് നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് പുതിയ തൈകൾ വരുന്നത് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് കിട്ടുന്നവരൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇനി ആരും ഇത് നാശാക്കി കളയരുത്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു ചിലവില്ലാതെ നമുക്ക് കളയുന്ന ഒരു കാര്യം മാത്രം മതി പ്ലാന്റ്സുകൾക്ക് ചെയ്തു കൊടുക്കാൻ. നമ്മൾ സെയിലിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതിനൊക്കെ തന്നെയാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പുതിയ തൈകളാണ്. പെട്ടെന്ന് നമ്മൾ ഈ ഒരു റെയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹൈബ്രിഡാണ്. അപ്പോൾ വളർച്ച ചെറിയ പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ പല ടിപ്പുകളും ചെയ്ത് നന്നായിട്ട് വളർച്ച വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കും നമ്മളത് വാങ്ങുന്ന സമയത്ത് നമുക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വളർത്തിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ ഓരോ കുഞ്ഞി ടിപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനുള്ളതും അതുപോലെ നമ്മൾ പെസ്റ്റിസൈഡ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.